യെസ്, കെ എസ് ഹരിഹരൻ, വെൽക്കം ബാക്ക്. സന്തോഷം. ഹരി, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കേരളം ഇന്ന് വലിയ കൗതുകത്തോടെ, എന്നാൽ ഭാവിയെക്കുറിച്ചുള്ള വലിയ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അത് CPI എന്ന മൂവ്മെന്റിന്റെ വർത്തമാനത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭ ചരിത്രം CPIയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1964 വരെ, ശരിക്കും പറഞ്ഞാൽ 1920 താഷ്കന്റിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടി പിന്നീട് 25 ഇന്ത്യൻ മണ്ണിൽ കാൺപൂരിൽ ഒരു ഒരു ഇന്ത്യൻ രൂപീകരണം നടന്നിട്ട് അന്ന് മുതൽ 1964 വരെ CPI എന്ന പേരിൽ ഒരുമിച്ച് പോയ പാർട്ടിയാണ്. CPM-ഉം CPI ഒക്കെ പിന്നീട് 1964 പിളർപ്പിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന, സത്യത്തിൽ അതിന്റെ വെളിച്ചം വലിയ തോതിൽ പ്രസരിപ്പിച്ചിരുന്ന വലിയ നേതൃനിരയുണ്ടായിരുന്ന, ധാർമ്മികതയും സത്യസന്ധതയും ഒരു കൃത്യമായ രാഷ്ട്രീയ ആശയപരമായ വ്യക്തതയും രാഷ്ട്രീയ ദിശാബോധവും ഉണ്ടായിരുന്ന, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സകലമാന ലക്ഷണങ്ങളും സൂക്ഷിച്ചിരുന്ന ഒരു പാർട്ടി CPI എന്ന പാർട്ടി പിണറായി വിജയന്റെ CPM-ന്റെ ഒരു ബി ടീമായി മാറിയതോടെ സംഭവിച്ചത് എന്ത്, ഇനി അവർക്ക് മുമ്പിലുള്ള വഴി എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഹരി വളരെ സൂക്ഷ്മമായി രാഷ്ട്രീയത്തെ കാണുകയും പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സത്യത്തിൽ ബൗദ്ധിക രംഗത്ത് കൂടി നിലകൊള്ളുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ KS ഹരിഹരൻ ഇന്ന് സംസാരിക്കുന്നത് CPIയെ കുറിച്ചാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് കൗതുകമുള്ള എല്ലാവർക്കും വേണ്ടി ഹരി ഈ വിഷയം അവതരിപ്പിക്കുന്നു. KS ഹരിഹരൻ, പ്ലീസ്. CPIയെ കുറിച്ച് പറയുമ്പോൾ CPIയുടെ ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് അവരോട് ജനങ്ങൾക്കുള്ള വലിയ സ്നേഹമാണ്. അത് അവരുടെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടല്ല. ജനങ്ങൾ അതിനെ കണ്ടത് അവർ മിക്കവാറും സത്യസന്ധമായ രാഷ്ട്രീയ ജീവിതമുള്ളവരാണ്, ബൗദ്ധികമായി സത്യസന്ധതയുള്ളവരാണ്, ലാളിത്യമുള്ളവരാണ്, വലിയ ത്യാഗങ്ങളിലൂടെ കടന്നു വന്നവരാണ്. അങ്ങനെയാണ് CPIയെയും പിന്നീട് CPIM-നെയും അടുത്ത കാലം വരെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. CPIക്കകത്താണെങ്കിൽ ഒരു വലിയ നിര നേതാക്കൾ, ചരിത്ര സൃഷ്ടാക്കളായി മാറിയ വലിയ നേതാക്കളുണ്ട്. PC ജോഷി മുതൽക്ക് ആരംഭിക്കുന്ന ഒരു വലിയ നിരയുണ്ട്. യഥാർത്ഥത്തിൽ PC ജോഷിയുടെ ഒരു ആശയലോകത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് 64-ൽ CPI ആയി മാറിയത്. രണദിവയെ പോലുള്ളവരുടെ ഒരു പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ CPM-ന് രൂപം കൊടുത്തത്. രണ്ടും തമ്മിൽ ജനാധിപത്യരായ ഒരു പെരുമാറ്റ രീതിയിൽ അതിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളിലൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനടിയിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ K ദാമോദരനെ പോലുള്ള ആളുകൾ, M.N. ഗോവിന്ദൻ നായരെ പോലുള്ള ആളുകൾ, TV തോമസ്, C അച്യുതമേനോൻ തുടങ്ങി CPIക്ക് നേതൃത്വം കൊടുത്ത വലിയ മനുഷ്യർ, ഭൂപേഷ് ഗുപ്ത, ഇന്ദ്രജിത് ഗുപ്ത, രാജേശ്വർ റാവു, അവരെല്ലാം മുന്നോട്ട് വെച്ചിരുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായ സമരങ്ങളാണ് ആവശ്യം എന്നാണ്. അത് PC ജോഷിയുടെ ഒരു നിലപാട് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ PC ജോഷിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അദ്ദേഹം UP-യിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ജനാധിപത്യം ഉള്ളടക്കമുള്ള ഒരു പാർട്ടിയായിട്ട് അഭിയുക്ത CPI മാറിയത്. എല്ലാ എഴുത്തുകാരും, കലാകാരന്മാരും, സിനിമാ പ്രവർത്തകരും, ഗായകരും ഒക്കെ PC ജോഷിയുടെ സുഹൃത്തുണ്ടായിരുന്നു. അന്ന് ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം, അതിന്റെ അനുഭാവികളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിൽക്കാലത്ത് ചലച്ചിത്ര രംഗത്ത്, ഗാനരചനാ രംഗത്ത്, നോവൽ എഴുതുന്നവർ, കഥകൾ എഴുതുന്നവർ, ഇവരുടെയൊക്കെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് CPIയിലുള്ള ഒരു പരിശീലനമാണ്. CPI ആയിട്ട് ചേർന്ന് നിൽക്കണം. മുൽക്കുരാജ് ആനന്ദ് തൊട്ട് A. അബ്ബാസ് വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. PC ജോഷിയായിരുന്നു അവരെയൊക്കെ ഈ നിലയ്ക്ക് കൊണ്ടുവന്നതാണ്. പക്ഷെ PC ജോഷിയുടെ ലൈൻ ഇന്ത്യക്ക് ചേർന്നതല്ല, അത് വിപ്ലവരല്ലാന്ന് പറഞ്ഞിട്ട് ജോഷിയെ തടവുകാരനാക്കുകയാണ് യഥാർത്ഥത്തിൽ VT രണദിവെ കൊൽക്കത്ത തീർച്ചയായിട്ടും കാലത്ത് ചെയ്തത്. പിന്നീട് രണദിവയ്ക്ക് തെറ്റുബോധ്യമായി. പക്ഷെ തെറ്റുബോധ്യമായപ്പോഴേക്ക് PC ജോഷിയും പോയി, പാർട്ടിയും പോയി എന്നുള്ള സ്ഥിതിയായിരുന്നു ഇന്ത്യയിലുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നു. K ദാമോദരനും C അച്യുതമേനോനും ഒക്കെ ഈ പാർട്ടിക്ക് അകത്ത് ജനാധിപത്യപരമായ ഒരു പെരുമാറ്റ രീതിക്ക് വേണ്ടി നടത്തിയ സമരം വളരെ വലുതാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അച്യുതമേനോൻ ഹംഗറിയിൽ, ചെക്കോസ്ലോവാക്യയിലൊക്കെ സോവിയറ്റ് യൂണിയന്റെ അമിതമായ ഇടപെടൽ, സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ബ്രഷ്നേവിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലിനെതിരെ അവിടെ ജനകീയമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് നയിച്ചത് ആ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെയാണ്, ഡ്യൂബ്ചെക്കിനെ പോലുള്ളവരൊക്കെയാണ്. പക്ഷെ സോവിയറ്റ് യൂണിയൻ അതിനെ ഇടപെട്ട് അടിച്ചമർത്തുകയാണ് ചെയ്തത്. അത്ര ഒരു ഇടപെടൽ ഉണ്ടായ സമയത്ത് അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് രാജിവെച്ച അനുഭവമുണ്ട് 60-കളിൽ. അത് ശരിയല്ല, വേറൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇല്ല എന്ന് അച്യുതമേനോൻ പറയുന്നുണ്ട്.
പിന്നെ ബാക്കിയുള്ള ഓ നേതാക്കളൊക്കെ പോയി അനുനയിപ്പിച്ചിട്ടാണ് അച്യുതാനന്ദന് മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കുന്നത്. അവസാന കാലം അച്യുതാനന്ദൻ CPI-ക്കകത്തുണ്ടായിരുന്ന സംശയമാണ്. അദ്ദേഹം മെമ്പർഷിപ്പ് പേരിന് നിലനിർത്തിയിട്ടുണ്ടാവാം, പക്ഷെ CPI-യുടെ രാഷ്ട്രീയത്തിൽ അച്യുതമേനോനും കേദാമോദരനൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. എന്തുകൊണ്ടാണ് അച്യുതമേനോനെ പോലെ ഒരു സംശുദ്ധ രാഷ്ട്രീയ നേതാവ് അവസാന രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ മാറിയത്? 7 കൊല്ലം മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ദാമോദരൻ അവസാന കാലത്ത് JNU റിസർച്ചിന് വേണ്ടി പോവുകയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഏറെക്കുറെ ട്രോട്സ്കിയുടെ ആശയങ്ങളോട് യോജിപ്പ് പുലർത്തുക. CPI അന്ന് എടുത്തിരുന്ന ഒരു നിലപാടിൽ നിന്ന് മാറിയിട്ട് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് CPM-മായി ചേർന്ന് ഒരു മുന്നണിയിലേക്ക് പോവുകയാണ്. PK വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിൽ ആ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് നായനാരുടെ കീഴിലുള്ള ഒരു മന്ത്രിസഭയിലേക്ക് CPI ആളുകളെ അയക്കുകയാണ്. എന്നിട്ടും CPI-യുടെ ഇന്ദ്രജിത് ഗുപ്തയും ചന്ദ്രാനന്ദ് മിശ്രയൊക്കെ 90-കളുടെ പകുതിയിൽ കേന്ദ്രമന്ത്രിമാരാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു CPI-യുടെ ഇന്ദ്രജിത് ഗുപ്ത എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. CPI-ക്ക് ഇന്ന് പാർലമെന്റിൽ ആകെയുള്ള 2 സീറ്റാണ്. അതെ ഇന്ദ്രജിത് ഗുപ്തയെ പോലെ ഒരാള് അഖിലേന്ത്യാ തലത്തിൽ ഒരു മുന്നണി രൂപപ്പെടുത്തിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ് ഇന്ന് ഇങ്ങനെ ഉപ്പുവെച്ച കലമ്പലയായി പോയത്. അതിന്റെ അടിസ്ഥാന കാരണം CPM-ആയുള്ള ബന്ധം തന്നെയാണ്. ബംഗാളിൽ CPM-ന്റെ ഈ കൊള്ളരുതായ്മകളെ ഒന്നും വിമർശിക്കാൻ നട്ടല് കാണിക്കാണ്ട് അതിന്റെ കൂടെ കൂടിയിട്ട് മൊത്തം CPM തകർന്നതിനേക്കാൾ വേഗത്തിൽ CPI തകർന്നു പോയി. ഇപ്പോഴും CPI കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്ന പ്രശ്നമാണ്. CPI കേരളത്തിലല്ലാതെ വേറെ എവിടെയും ശക്തമായിട്ടില്ല. ആ നിലയ്ക്ക് മന്ത്രിമാരുണ്ടാക്കാനോ MLA-മാരുണ്ടാക്കാനോ ശേഷി മറ്റ് സംസ്ഥാനങ്ങളിൽ CPI-ക്ക് ഇല്ല. പക്ഷെ CPM ഇല്ലാത്ത സ്ഥലങ്ങളിലും CPI ഉണ്ട്. CPI-യുടെ ട്രേഡ് യൂണിയൻ ഉണ്ട്, CPI-യുടെ സാംസ്കാരിക സംഘടനയുണ്ട്, CPI-യുടെ മഹിളാ സംഘടനയുണ്ട്. CPM-നേക്കാൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഘടകങ്ങളുള്ള പാർട്ടി CPI തന്നെയാണ്. അവർക്ക് അതിന്റെ ശക്തി അറിയാത്തതുകൊണ്ടാണ്, അതിന്റെ ബലം അറിയില്ല. ഇപ്പോ അവർ നേരിടാൻ പോകുന്നത് അവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ ശൂന്യതയാണ്. D. രാജ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട് ആദ്യമായിട്ട് ഒരു ദളിതം വരുന്നത് CPI-യിലാണ്. D. രാജയാണ്. ദളിത് പശ്ചാത്തലത്തിൽ വരുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അംബേദ്കർ ഉന്നയിച്ച പ്രശ്നം ഇവരെല്ലാം ബ്രാഹ്മൺ ബോയ്സ് ആണെന്നുള്ളതാണ്. അത് മാറിയുന്നത് വളരെ കാലത്തിന് ശേഷം രാജ CPI-യുടെ സെക്രട്ടറി ആകുമ്പോഴാണ് ആ പശ്ചാത്തലം മാറിക്കിട്ടുന്നത്. അത്രയ്ക്ക് ചരിത്രപ്രധാനമായ ഒരു പാർട്ടിയാണ് CPI. പക്ഷെ അതിനെക്കുറിച്ച് CPI-ക്കാർക്ക് മാത്രമാണ് കാര്യമായിട്ട് യാതൊരു ധാരണയില്ലാത്തത്. യെസ്. ഇപ്പോ ഈ CPM-ന്റെ B ടീമായി തുടങ്ങിയ കാലത്ത് അന്ന് തുടങ്ങിയ പതനമാണ് ബംഗാളിലും കേരളത്തിലും CPI-ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഹരി പറഞ്ഞു വരുന്നത്. സത്യത്തിൽ കേരളത്തിൽ പോലും CPI-ക്ക് ഒരുപക്ഷെ CPM-നേക്കാൾ ഇന്നും ചരിത്രപരമായ സ്വീകാര്യത ഉണ്ടായി വന്നത് അച്യുതമേനോൻ എന്ന അതുല്യനായ മുഖ്യമന്ത്രിയുടെ ഒരു കാലത്താണ്. തർക്കമൊന്നുമില്ല. പക്ഷെ അത് അച്യുതമേനോൻ ഒരു ന്യൂനപക്ഷ കക്ഷിബലം നോക്കുമ്പോ നിയമസഭയിൽ ന്യൂനപക്ഷമായിരുന്ന കാലത്താണ് കോൺഗ്രസ് കൂടി മുൻകൈ എടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചരിത്രം നൽകുന്ന പാഠം, പുതിയ ഇന്ത്യ ആവശ്യപ്പെടുന്ന പാഠവും രണ്ടും ഒന്നാണെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം കോൺഗ്രസിന്റെ കൂടെ CPI ഒരുമിച്ച് നിൽക്കുകയും ഇന്ത്യയെ ശക്തിപ്പെടുത്തുകയും അതുവഴി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും പാർട്ടി ലീഡർഷിപ്പിന് വലിയ അംഗീകാരം കിട്ടുന്ന ഒരു ജനാധിപത്യ സമൂഹമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗം മാറുകയും ചെയ്യുക എന്ന പോംവഴി CPI-യുടെ മുമ്പിൽ ഇപ്പോഴും ഇല്ലെന്നാണോ? അല്ല, CPI-യുടെ മുമ്പിൽ ആ ഒരു പോംവഴിയേ ഉള്ളൂ. CPI ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അവരുടെ ആളുകൾ ഇന്ത്യ സഖ്യത്തിനകത്ത് കമ്മിറ്റി തന്നെ ഉണ്ട്. പക്ഷെ CPM-ന്റെ ഒരു സമ്മർദ്ദം പേടിച്ചിട്ട് അവർ കേരളത്തിൽ മിണ്ടാതിരിക്കുകയാണ്. കാരണം കേരളത്തിലാണ് MLA-മാർ കൂടുതലുള്ളത്, ഭരണമുള്ളത്, മന്ത്രിമാരുണ്ട്, 4 മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് ഇവര് CPM ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിലെ ഭരണം കാണിച്ചിട്ട് അഖിലേന്ത്യാ നേതൃത്വത്തെ ഭയപ്പെടുത്തുക. സത്യത്തിൽ ആനി രാജയെ പോലെ ഒരു നേതാവിനെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിപ്പിക്കാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ മത്സരിപ്പിക്കണമെന്ന് വാശി പിടിക്കുന്ന വ്യക്തി എന്താ? CPM-ന് താല്പര്യമാണ്. ആനി രാജ തിരുവനന്തപുരത്ത് മത്സരിച്ചാലും ഇതിന് വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാകാൻ പോണില്ല. അവർ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ മതി, അവർക്ക് വേണേൽ തൃശ്ശൂരിൽ മത്സരിക്കാം. അങ്ങനെയല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ദേശീയ നേതാവ് വേണം. അത് ആനി രാജ തന്നെ വേണം. കാരണം ആനി രാജ കേരളത്തിലെ CPM നേതൃത്വമായിട്ട് ഉടക്കി നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് പുറമെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ CPI-ക്കാർക്ക് ആനി രാജയെ ഇഷ്ടമല്ല. അതാണ് സ്ഥിതി. അപ്പൊ ആനി രാജയെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയാണ് അവർ ഇവിടെ. എന്നിട്ട് ആനി രാജ പോയിട്ട് അവിടെ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ക്യാമ്പയിന് പോവുകയാണ്. ഇതിന്റെ ഒരു പരിഹാസ്യതയാണ്. സത്യത്തില് ഈ ഇന്ന് നടക്കുന്ന രാഷ്ട്രീയത്തിൽ ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ധ്രുവീകരണമാണ് നടക്കുന്നത്. ബ്രിട്ടനിലെ പോലെയോ അമേരിക്കയിലെ പോലെയോ ഇന്ത്യയിൽ രാഷ്ട്രീയ രംഗത്തൊരു ധ്രുവീകരണം നടക്കുക. 2 പാർട്ടികൾ, ഒരു മുഖ്യ ഭരണകക്ഷി, ഒരു പ്രതിപക്ഷം, മുഖ്യ പ്രതിപക്ഷം.
ആ പാർട്ടികൾ രണ്ട് മുന്നണികളായിട്ടാണ് ഇന്ത്യയുടെ പ്രാദേശിക കക്ഷികളുടെ ഒരു സ്വാധീനമുള്ളതുകൊണ്ടാണ് രണ്ട് മുന്നണിയായിട്ട് മാറുന്നത്, മുന്നണിയാവുന്നത്. അല്ലെങ്കിൽ അവർ രണ്ട് പാർട്ടിയാവും. അപ്പൊ ഇതൊരു വലിയ ധ്രുവീകരണമാണ്. മുമ്പത്തേത് വ്യത്യസ്തമായിട്ട് പ്രാദേശിക കക്ഷികളും ദേശീയ കക്ഷികളും കൂടി ചേർന്നുള്ള രണ്ട് ബ്ലോക്കുകൾ രൂപപ്പെടുക. മൂന്നാമതൊരു ബ്ലോക്കിന് പ്രസക്തി ഇല്ല ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. രണ്ട് ബ്ലോക്കേ ഉള്ളൂ, രണ്ട് മുന്നണിയേ ഉള്ളൂ. മൂന്നാം മുന്നണി എന്നൊക്കെ പറയുന്നത് 90കളിൽ തന്നെ അവസാനിച്ചു കഴിഞ്ഞ സങ്കല്പമാണ്. താർന്നുപോയി, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഈ രണ്ട് മുന്നണികളായിട്ട് രാഷ്ട്രീയ രംഗം ധ്രുവീകരിക്കപ്പെടുമ്പോൾ ഇടതുപക്ഷം, മതനിരപേക്ഷ കക്ഷികൾ, ജനാധിപത്യ കക്ഷികൾ ഒരു ഭാഗത്ത് നിൽക്കേണ്ടതുണ്ട്. അപ്പുറത്തുള്ളത് BJP പോലെ ഒരു പാർട്ടിയാണ്. അവർക്ക് വലതുപക്ഷത്തിന്റെ ഒരു വലിയ ബേസ് ഉണ്ട്, അടിത്തറയുണ്ട്. വലതുപക്ഷ കക്ഷികളൊക്കെ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. പുരോഗമന കക്ഷികളൊക്കെ മറ്റൊരു ബ്ലോക്കായിട്ട് നിൽക്കണം. ഇതാണ് രാഷ്ട്രീയത്തിലെ ഇന്നത്തെ തന്ത്രം എന്ന് പറയുന്നത്. അതിൽ CPIക്ക് താല്പര്യമുണ്ട്, നിൽക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ CPIക്ക് ഇവിടെ 4 മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാര് സത്യത്തിൽ ഈ കേരളത്തിലെ ഈ 4 മന്ത്രിമാരെ കൊണ്ട് CPIക്ക് വല്ല ഗുണമുണ്ടോ, ജനങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? CPIയുടെ ഒരു മന്ത്രി തൃശ്ശൂരിൽ നിന്നാണ്. ആ മന്ത്രിക്കാണ് തൃശ്ശൂർ പൂരം നന്നായി നടത്താനുള്ള ചുമതല ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരം അലങ്കോലമായപ്പോൾ ആ മന്ത്രിയെ കലക്ടർ ഫോണിൽ വിളിച്ചിട്ട് പോലും കിട്ടിയില്ല എന്നാണ് കലക്ടർ പറയുന്നത്. കാരണം മന്ത്രി എവിടെയോ കിടന്ന് ഉറങ്ങിപ്പോയി. തൃശ്ശൂർ പൂരം അലങ്കോലമായതുകൊണ്ടാണ് അത് സുരേഷ് ഗോപി അവിടെ ജയിക്കാനുള്ള കാരണങ്ങൾ ഒന്നും അതും കൂടിയാണ്. കാരണം രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകല് നടത്താൻ ഒരു ഗവൺമെന്റ് തീരുമാനിച്ച ജനങ്ങൾ അതിന് കൂട്ടക്കിടന്നില്ല. കാരണം അവർ വെടിക്കെട്ട് കാണാൻ വരുന്നതാണ്. വെടിക്കെട്ട് രാത്രിയാണ് അതിന് ഭംഗി ഉണ്ടാവുക. അത് രാവിലെ നടത്തിയൊരു കാര്യമില്ല, വെളിച്ചത്ത് നടത്തിയൊരു കാര്യമില്ല. കോമൺ സെൻസ് ഇല്ല, അതാണ്. കൃഷിമന്ത്രി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിക്ക് കൃഷിയായിട്ട് യാതൊരു കാര്യമില്ല. മൃഗസംരക്ഷണത്തിന് ഒരു മന്ത്രിയുണ്ട്, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. സിവിൽ സപ്ലൈസിന് ഒരു മന്ത്രിയുണ്ട്, ഒരു ത്രിവേണി സ്റ്റോറിലും സാധനം എത്തിക്കാൻ ആ മന്ത്രിക്ക് പറ്റുന്നില്ല. ഇതാണ് 4 വകുപ്പുകളുടെ കേമത്വം. പിന്നെ കുറെ MLA-മാരുണ്ട്, അവർ മിണ്ടുന്നില്ല. സത്യത്തിൽ അത് മാത്രമല്ല ഹരി, യഥാർത്ഥത്തിൽ ഈ 4 മന്ത്രിമാരുണ്ടെങ്കിലും ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത്, ഒന്നാം പിണറായി ആയാലും രണ്ടാം പിണറായി ആയാലും, ഈ രണ്ട് ഭരണകാലത്തും CPIയുടെ മന്ത്രിമാർക്ക് മാത്രമല്ല CPIയുടെ ചരിത്രത്തിന് എപ്പോഴെങ്കിലും ഒരു പരിഗണന കൊടുത്തതിന്റെ അടയാളങ്ങൾ കാണുന്നേ ഇല്ലല്ലോ. ഇപ്പൊ 2 ലക്ഷണം ഞാൻ പറയാം. ഒന്ന്, ഭൂപരിഷ്കരണത്തിന്റെ ചരിത്രം പറയുമ്പോൾ അച്യുതമേനോന്റെ പേര് പരാമർശിക്കാതെ ഒരു പ്രസംഗം, മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഞാൻ കണ്ടത്, രണ്ടാം പിണറായി വിജയനെ അധികാരത്തിലേറ്റിയത് യഥാർത്ഥത്തിൽ നമ്മുടെ കോവിഡ് കാലത്ത് നടത്തിയ ജനരക്ഷാ പ്രവർത്തനങ്ങളാണ്. അത് യഥാർത്ഥ രക്ഷാപ്രവർത്തനമായിരുന്നല്ലോ. ആ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാന ഘടകം നടത്തിയത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്. പിന്നെ റവന്യൂ, ഈ പറഞ്ഞ റിലീഫ് ക്യാമ്പുകൾ മുഴുവൻ നടത്തിയ റവന്യൂ വകുപ്പാണ്. ഈ 2 മന്ത്രിമാർക്കും കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഈ മുഖം മൂടി ഇരിക്കാമെന്നല്ല, അല്ലെങ്കിൽ ഈ മുഖം കെട്ടി ഇരിക്കാമെന്നല്ലാതെ ഒരു വാക്ക് പറയാൻ അവസരം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒന്ന് ആലോചിച്ചു, ഈ 2 ഉദാഹരണങ്ങൾ എടുത്താൽ മതി. എന്തിനാണ് ഈ മന്ത്രിസഭയിൽ CPI ഇരുന്നിട്ട് ആർക്കെന്ത് ഗുണമെന്ന് ചോദിച്ചില്ല. ജനങ്ങൾക്ക് ഗുണമില്ല എന്ന് മാത്രമല്ല, CPIക്ക് അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലുള്ള അവസരം കിട്ടിയിട്ടില്ല. ശരിയാണ്. CPI വളരെ ഭയന്നിട്ട് പേടിച്ചു പറിച്ചിരിക്കുകയാണ്. അവരെന്തിനാണ് അങ്ങനെ പേടിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവർ പേടിക്കുന്നതിന്റെ ഒരു കാര്യം, അവരുടെ ലീഡർഷിപ്പ് വളരെ ദുർബലമാണ്. ഇപ്പൊ CK ചന്ദ്രപ്പൻ, വെളിയം ഭാർഗവൻ എന്നൊക്കെ പറയുന്ന ആളുകള്, അല്ലെങ്കിൽ TV തോമസ്, MN എന്നൊക്കെ പറയുന്ന ആളുകളുടെ കാലത്ത് CPI അല്ല ഇപ്പോഴത്തെ CPI. ഇപ്പോഴത്തെ CPI നേതാക്കന്മാർക്ക് ആ തന്റെ ഇടമില്ല. ആകെ ഉണ്ടായിരുന്നത് പ്രകാശ് ബാബു മാത്രമാണ് അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് ലോകായുക്ത ഭേദഗതിയൊക്കെ വന്നപ്പോ, നിയമ ഭേദഗതി വന്നപ്പോ അതിനെ എതിർത്തത്. പ്രകാശ് ബാബുവിന്റെ വായ അവര് കെട്ടി. പിന്നെ ബിനോയ് വിശ്വത്തെ പോലെ ഒരാള് സെക്രട്ടറി ആയിട്ട് വരുന്നുള്ളൂ. നമ്മൾ തമാശയല്ലേ? ഇന്ത്യയില് ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ ഒരു സെക്രട്ടറി മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇന്നയാള് അടുത്ത സെക്രട്ടറി ആവുന്നതാണെന്ന് പറഞ്ഞിട്ട് അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. എവിടെയെങ്കിലും നടക്കും അത്? അടക്കം കൊറിയലല്ലാതെ അന്ത്യാഭിലാഷം. ഒന്നുകിൽ മഹാരാജാക്കന്മാർ ഭരിക്കുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തിയോളജിക്കൽ സ്റ്റേറ്റില് ഈ ആത്മീയ നേതാവിന്റെ ഒസ്യത്ത് പാലിക്കാൻ ബാധ്യതപ്പെട്ടവര്. പരിഹാസ്യമായിരുന്നു ആ ഒരു വ്യാഖ്യാനം. കാനരാജേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വത്തിനെ സെക്രട്ടറി ആക്കണം എന്ന് പറയുന്ന ഒരു യുക്തി ഉണ്ടല്ലോ. പ്രകാശ് ബാബു സെക്രട്ടറി ആകാൻ പാടില്ല എന്നാ എത്രയുള്ള അതിന്റെ മലയാളം. പ്രകാശ് ബാബു വരാൻ പാടില്ല. അയാള് ഗവൺമെന്റ് വിമർശിക്കുന്നുണ്ട്, പാർട്ടിക്കകത്ത് വ്യത്യസ്ത നിലപാടുണ്ട്, അത്യാവശ്യം എഴുത്തും വായനയൊക്കെ അറിയാം, ഭരണഘടനയെ കുറിച്ച് ധാരണയുണ്ട്, രാഷ്ട്രീയമുണ്ട്. എന്നിട്ട് അതിനുശേഷം നോക്കൂ, അതിനുശേഷം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവായിരുന്നു. രാജ്യസഭയിലേക്ക് അയക്കേണ്ടത് ആരെയാ? പ്രകാശ് ബാബുവിനെ അയക്കാം, വേണമെങ്കിൽ ആനിരാജനെ അയക്കാം. പക്ഷെ അയക്കുന്ന അവരെ ആരെയല്ല. രാജ്യസഭ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ഒരു സങ്കല്പം തന്നെ വളരെ പ്രൗഢമായ രാഷ്ട്രീയ ധാരണയുള്ള മനുഷ്യർ, വ്യക്തിപരമായിട്ട് വലിയ പാരമ്പര്യമുള്ള അവരൊക്കെയല്ലേ രാജ്യസഭയിൽ ഇരിക്കുക. രാജ്യസഭയിൽ പണ്ട് ഇരുന്നവരാരൊക്കെയാ? ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ രാമമൂർത്തിയെ പോലുള്ള ആളുകൾ, സുന്ദരയ്യ, നാഗി റെഡ്ഡി, ഭൂപേഷ് ഗുപ്ത,
അച്യുതമേനോൻ, ഇവരൊക്കെ രാജ്യസഭയിൽ പോയ ആളുകളാണ്. ഇപ്പൊ രാജ്യസഭയിൽ പോകുന്നവരെ അതെ രാജ്യസഭയിലേക്കൊക്കെ സ്വന്തം ക്രോണികളെ അയക്കുകയാണ്, സ്വന്തം നൊമ്മികളെ അയക്കുകയാണ്. ഇവിടെ റിയൽ എസ്റ്റേറ്റ് യെസ് കച്ചവടം അത് നടത്തി ജീവിക്കുന്ന ആളുകൾ രാജ്യസഭയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അതല്ലല്ലോ ചെയ്യേണ്ടത്. അവരെ ഇവിടെ റിയൽ എസ്റ്റേറ്റിന് വിടുക, രാഷ്ട്രീയം പറയാനും വേറെ ആളുകൾ വിടുക. അപ്പൊ പ്രകാശ് ബാബുവിനെ വെട്ടുക എന്നുള്ളതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ അജണ്ട, ആനി രാജയെ വെട്ടുക എന്നുള്ളതായിരുന്നു അജണ്ട. ആ അജണ്ടകളൊക്കെ അവർ കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ നടപ്പാക്കി. പിണറായി വിജയന്റെ അജണ്ടയാണ്. പിണറായി വിജയന്റെ അജണ്ടയാണ്. അല്ല കാരണം അങ്ങനെ വരുമ്പോഴേ അവര് ഹരി എനിക്കൊരു സംശയം തോന്നുകയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പൊ CPI-യോട് കുറച്ചുകൂടി അടുത്ത് അറിഞ്ഞതുകൊണ്ട് കൂടിയാണ്. CPI തകർക്കുന്നത് ഹരി പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആശയപരമായി നേരത്തെ തന്നെ വന്ന വലിയ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഒടുവിൽ വന്ന ഒരു പ്രശ്നം മാത്രമല്ല, കോൺഗ്രസിനോട് വിയോജിച്ച് വന്നിട്ട് കോൺഗ്രസിന്റെ എതിർമുന്നണിയിൽ അതും CPM ആശയപരമായി പിളർന്നിട്ട് പിന്നെ CPM-ന്റെ കൂടെ മുന്നണി ഉണ്ടാക്കിയതിന്റെ മഹാത്യാഗത്തിന്റെ കഥയൊക്കെ പറഞ്ഞാലും ആശയപരമായി അതുണ്ടാക്കുന്ന വലിയ വെല്ലുവിളി. പക്ഷെ ഒടുവിൽ എനിക്ക് തോന്നിയത് ഇതൊന്നും ഇത്തരം അസ്കിതകളൊന്നും ഇവരെ ബാധിച്ചിട്ടേ ഇല്ല. അതേസമയത്ത് ഇപ്പോ ഹരി പറഞ്ഞ ഒടുവിലത്തെ പ്രശ്നമാണ് സംഘടനക്കകത്തെ വിഭാഗീയതയാണ് ഏറ്റവും ഒടുവിൽ CPI-യെ സമ്പൂർണമായ തകർച്ചയിലേക്ക് നയിക്കുന്നത് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഹരി പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നി ആ വിഭാഗീയത അടിത്തറ എന്താവും? ആ വിഭാഗീയത അടിത്തറ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CPM അനുകൂലം അല്ലെങ്കിൽ ഭരണാനുകൂല ഒരു ഗ്രൂപ്പും ഒരു 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 സാമൂഹ്യ വിപ്ലവത്തിന്റെ സ്വപ്നം സൂക്ഷിക്കുന്ന നിഷ്കളങ്കരായ പഴയ നേതാക്കന്മാരുടെ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പും എന്നാണോ? അതോ പിണറായി അനുകൂല ഗ്രൂപ്പ്, പിണറായി വിരുദ്ധ ഗ്രൂപ്പ്, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പിസത്തിന്റെ അടിത്തറ? അതോ വ്യക്തിപരമായ ഈഗോ മാത്രമാണോ? അത് കുറെ സാമ്പത്തിക ഘടകങ്ങളുണ്ട്. ഒന്ന്, CPM-നെ ബാധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും CPI-യും ബാധിക്കുന്നുണ്ട്. CPI-യിലേക്ക് വന്ന പുതിയ തലമുറയിൽ ഇതൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് അധികാരം പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നു. മറ്റു പാർട്ടികളിൽ പോയാൽ നേതാക്കളാകാനുള്ള ശേഷി ഇവർക്കില്ല. ഇവരൊക്കെ ഒരുതരം ഒരു ഒരു ഈ താഴ്ന്ന രാഷ്ട്രീയ ബോധമുള്ള ആളുകളുണ്ട് യഥാർത്ഥത്തിൽ. അങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും വയ്യ. പാരമ്പര്യത്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ സംഘടനയായിട്ട് നിന്നിട്ട് വലിയവന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ്. ഒരു വാഴ നനയ്ക്കുമ്പോൾ CPM-ന് എന്തെങ്കിലും ഗുണം കിട്ടുമ്പോൾ അതിന്റെ വാഴ തൊട്ടുള്ള ചീരയ്ക്കും ഗുണം കിട്ടും. അങ്ങനെയാണ്. വാഴ നനയുമ്പോൾ ചീരയും നനയുന്നതുകൊണ്ട് CPM-ന് ഗുണം കിട്ടിയാൽ CPI-ക്കും ഗുണം കിട്ടും. അതാണ് അവരുടെ മനോഭാവം. ഈ ഗുണങ്ങൾ ഇല്ലാതായി പോകുന്നുള്ള പേടിയാണ്. കോൺഗ്രസിന്റെ കൂടെ പോയാൽ ഇത്രയും സീറ്റ് കിട്ടാതെ പോയാലോ, തോറ്റുപോയാലോ എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. പക്ഷെ ഇന്നത്തെ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ആവശ്യമെന്നാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാണിച്ചത്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ നടന്ന് ഇന്ത്യ മുഴുവൻ തെക്കും വടക്കും നടന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ജനകീയ മുന്നേറ്റത്തിൽ അതിനൊപ്പം നിൽക്കുകയായിരുന്നു CPI ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞാൽ അയോധ്യ അടങ്ങുന്ന ഫൈസാബാദില് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവധേഷ് പ്രസാദ് ജയിച്ചു എന്നുള്ളതാണ്. BJP-യുടെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു അയോധ്യയിലെ ക്ഷേത്രത്തിൽ. ഫൈസാബാദില് അതേ വികാരം, ഏതാണ്ട് സമാനമായ വികാരം കത്തിച്ചിരുന്ന അപ്പുറത്ത് സീതാപൂർ ഉണ്ടല്ലോ, അവിടെയും തോറ്റു. മീൻസ് തോറ്റു. അവിടെയും SP ജയിച്ചു. SP ജയിച്ചു. അപ്പൊ അയോധ്യയില് ഫൈസാബാദില് തോൽക്കുന്നതോടുകൂടി BJP-യുടെ ഒരു വലിയ ക്യാമ്പയിൻ, വലിയൊരു മുദ്രാവാക്യം തകർന്നു പോവാണ്. അവിടെ 6 ലക്ഷത്തിലധികം വോട്ടിലാണ് അവധേഷ് പ്രസാദ് ജയിക്കുന്നത്. പക്ഷെ അവിടെ ഒരു CPI-ക്ക് സ്ഥാനാർത്ഥി ഉണ്ട്. നമ്മൾ കാണേണ്ടത് ഫൈസാബാദില് CPI-യുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്. പണ്ട് CPI-ക്ക് അവിടെ MP ഉണ്ടായിരുന്നു. മിത്ര സെൻ യാദവ് CPI-യുടെ MP ആയിരുന്നു. എത്രയോ തവണ അദ്ദേഹം ജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സമാജ്വാദി പാർട്ടി ചേർന്ന മിത്ര സെൻ യാദവിന്റെ മകൻ അജിത് യാദവ് CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തവണ മത്സരിച്ചിട്ടുണ്ട്. 15,000-ഓളം വോട്ട് പിടിച്ചിട്ടുണ്ട്. അതിനകത്തൊരു രാഷ്ട്രീയ ഒരു പ്രശ്നമുണ്ട്. ഇന്ത്യയിലും UP പോലൊരു സ്ഥലത്ത് ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കും സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും ഒക്കെ എതിരെയായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ CPI ഫീൽഡ് ചെയ്യുക. പലയിടത്തും CPM ചെയ്തിട്ടുണ്ട്, CPI ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണിക്കുന്ന രാഷ്ട്രീയത്തിലൊരു ദിശാബോധമില്ലായ്മയാണ്. ആ ദിശാബോധമില്ലായ്മ CPI-യിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് CPI-യുടെ അഖിലേന്ത്യാ ഘടകത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി കേരളത്തിലെ നേതാക്കൾക്കുണ്ടെന്നുള്ളതാണ്. ഇവരാണ് അഖിലേന്ത്യാ ഘടകത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് പ്രശ്നം. ഡി രാജ പോലും ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഇവർക്ക് അത്ര അഭിമതനല്ല. രാജയെ പോലും അവർ വേണമെങ്കിൽ നിയന്ത്രിക്കുന്നുള്ള സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ CPM-നെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഏറിയോ പറഞ്ഞോ CPI-ലുണ്ട്. പുറത്തേക്ക് വരാത്തോണ്ടാണ്. പുറത്തേക്ക് വരാതിരിക്കില്ല. ഇത് തീർച്ചയായിട്ടും ഇപ്പൊ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് SFI-ക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ CPM-ന്റെ ആളുകൾ കണ്ടുവരുത്തുമ്പോഴേക്കും അവർക്ക് പതുക്കെ പുറകോട്ട് പോകേണ്ടി വരുന്നത്. പക്ഷെ CPI ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് CPM-ന്റെ കൂടെ അധികകാലം നിന്നിട്ട് അവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു വ്യാമോഹം അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം CPM-ന്റെ കൂടെ ചേർന്ന എല്ലാ പാർട്ടികളും
ശോഷിച്ച് ഇല്ലാതായ ചരിത്രമാണ് കേരളത്തിലുള്ളത്. ഒരു പാർട്ടിയും രക്ഷപ്പെട്ടിട്ടില്ല. CPM-ആയിട്ട് മുന്നണി ഉണ്ടാക്കിയുള്ള എന്ന് ഒരു പറഞ്ഞാൽ പാർട്ടിയും രക്ഷപ്പെട്ടിട്ടില്ല. ശോഷിച്ചു എന്ന് പോയി. മാത്രമല്ല സി പി എം തകരുന്നതിന് മുമ്പേ കൂടെ ഉള്ളവരെ മുഴുവനും തകർത്തിരിക്കും. തകർത്തിരിക്കും. ബംഗാളിൽ കണ്ടിട്ടുണ്ട്. ബംഗാളിൽ ബാക്കി ആർക്കും രക്ഷ കിട്ടിയിട്ടില്ല. ഞങ്ങൾ CPI-ക്കാരാന്ന് പറഞ്ഞുകൊണ്ടൊന്നും ബംഗാളികൾ അവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ അവരുടെ ഭാഗമാണെന്നുള്ളതൊക്കെയാണ് കണ്ടത്. കേരളത്തിൽ അതേ യെസ്. ഗതിയാണ് അവർക്ക് വരാൻ പോകുന്നത്. പിന്നെ ബിനോയ് വിശ്വത്തെ പോലെ വളരെ ദുർബലനായ ഒരാൾക്കൊന്നും ഈ ലീഡർഷിപ്പ് ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നില്ല. കാരണം അദ്ദേഹം വളരെ വളരെ ദുർബലനാണ്. അദ്ദേഹത്തിന് ഇന്നത്തെ CPM നേതൃത്വമായിട്ട് ഏറ്റുമുട്ടിയിട്ട് പോകാനുള്ള ശേഷിയൊന്നുമില്ല. മുമ്പ് അങ്ങനെ ഒരു യെസ്. ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, CPI-യുടെ ഉയർന്ന നേതാവായി. അച്യുതമേനോൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് മരിച്ചതിന് ശേഷം അച്യുതമേനോനെ വിമർശിച്ചുകൊണ്ട് EMS പുസ്തകം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് തന്റെ എതിരാളിയായിരുന്ന ഒരാൾ മരിച്ചതിന് ശേഷം അതിനുശേഷം ആ വിമർശനം, നിങ്ങൾ മരിച്ചോണ്ടൊന്നും വിശുദ്ധനാകാൻ പോടില്ല എന്ന് പറഞ്ഞിട്ട് EMS-ന്റെ പുസ്തകമുണ്ട് അച്യുതമേനോന്റെ കുഴപ്പങ്ങളെ പറ്റിയിട്ട്. അച്യുതമേനോൻ മരിച്ചതിന് ശേഷമാണ് ഈ പുസ്തകം വരുന്നത്. എന്നാലും രണ്ട് കാര്യമുണ്ട് അല്ലേ? അത് ഒന്നത് EMS-ന്റെ സത്യസന്ധതയാണ്. രണ്ട്, മരിച്ചാലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ വിരോധം തീരുന്നില്ല എന്നുകൂടിയാണ്. തീരുന്നില്ല, അവസാനിക്കുന്നില്ല എന്ന്. അച്യുതമേനോൻ അതൊക്കെ നിർത്തി തീർച്ചയായും. എത്ര മുമ്പേ പണി നിർത്തി പോയ ആളാണ്. എന്നിട്ടും പുസ്തകം വരികയാണ്. അപ്പൊ അത്രയ്ക്ക് രാഷ്ട്രീയമായി ആ പാഠം ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥം. അതെ, ഈ ചരിത്ര പാഠങ്ങളൊക്കെ ഈ CPI-ക്ക് ഏറ്റവും ആദ്യം കേരളത്തിൽ പാഠമാകേണ്ടത് CPI-ക്കാണ്. അവരുടെ നേതൃത്വം ഉയർന്ന് ചിന്തിക്കട്ടെ. അവരെ ചിന്തിപ്പിക്കാനും തിരുത്താനും അണികൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധമെങ്കിലും അവരെ നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം, ഇനിയും തുടരാനിരിക്കുന്ന ഈ വർത്തമാനം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, വീണ്ടും കാണാം. നന്ദി ഹരി. ഓക്കെ, ബൈ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.